79 കൊല്ലം മുമ്പത്തെ ഇന്നത്തെ ദിവസം നമുക്ക് സങ്കല്പിക്കാനേ കഴിയൂ. അധികം പേരൊന്നും ആ സ്വാതന്ത്ര്യദിനം കണ്ടവർ നമ്മളോടൊപ്പം ഇല്ല. 79 കൊല്ലം മുമ്പുള്ള കുറ്റിപ്പുറം അല്ലെങ്കിൽ എടപ്പാള് അല്ലെങ്കിൽ അയങ്കലം ഒക്കെ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. അന്നത്തെ ദിവസം എന്തായിരിക്കും? ഇന്ത്യയിലെമ്പാടും തെരുവുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതുപോലെ ഒത്തുകൂടി. ഓരോ തെരുവുകളിലും ആയിരങ്ങൾ. അങ്ങനെ നമ്മൾ ഇന്ന് സംസ്ഥാനം എന്ന് വിളിക്കുന്ന, അന്ന് അങ്ങനെ സംസ്ഥാനങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. വിവിധ സ്ഥലങ്ങളിലായി ലക്ഷക്കണക്കിന് മനുഷ്യർ. ഡൽഹിയിലേക്ക് ഏതാണ്ട് 13 ലക്ഷത്തോളം മനുഷ്യർ ഒഴുകിയെത്തി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയും. വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുണ്ട്. ഡൊമിനിക് ലാപ്പിയറും ലോറൻസും കൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം. ആ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടതാണ്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണ് കിട്ടുന്നത്. അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് പതാക ചെങ്കോട്ടയിൽ താണ് അവിടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നു. അങ്ങനെ ഉയർന്നു കഴിഞ്ഞപ്പോ നമ്മുടെ രാജ്യത്തിന്റെ തുടർന്നുള്ള ഭാവി പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ്. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് ആ പ്രസംഗത്തിന്റെ പേര്. വിധിയുമായുള്ള സമാഗമം. നാം ഇതാ വിധിയുമായി ഒരു സമാഗമത്തിലാണ് എന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് തുടർന്ന് ആ പ്രസംഗത്തിന് വിധിയുമായുള്ള സമാഗമം എന്ന് പേരിട്ടത്. അദ്ദേഹം അതിൽ പറയുന്ന ആവേശോജ്വലമായ ചില കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, നാം ഇതാ അസ്വാതന്ത്ര്യത്തിന്റെ ദീർഘമായ ഇരുട്ടുതുരങ്കം പിന്നിട്ട് സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്.